അല്ല, അതിലെ വർഗീയത എന്താണെന്ന്, മോദിയുടെ പ്രസംഗത്തിലെ വർഗീയത എന്താണെന്ന് മനസ്സിലായോ പ്രിന്റുവിന്? അല്ല, അതിനകത്ത് വർഗീയത എന്ന് പറയാം, അദ്ദേഹം പറഞ്ഞത് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിഭാവന ചെയ്യുന്ന കോൺഗ്രസിന്റെ പോളിസിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു വാക്ക് ഇപ്പൊ പ്രിന്റ് പറയുന്നത് പോലെ അല്ല അദ്ദേഹം പറഞ്ഞത്. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ വോട്ട് പ്രീണനം നടത്തുന്നതൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ സമ്പത്തെടുത്ത് നുഴഞ്ഞു കയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നവർക്കും കൊടുക്കണമോ എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചോദിക്കുകയാണ്. അല്ല, അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വസ്തുതാപരമായ ഒരു കാര്യത്തിന് അപ്പുറത്തേക്ക് ആ പ്രസംഗത്തെ വളച്ചൊടിക്കുന്നത്. വസ്തുതാപരമായ കാര്യം ഒന്ന് പറയാമോ? അല്ല, അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം, ഒരു മൈനോറിറ്റിയെ മാത്രം. മൻമോഹൻ സിംഗ് പറഞ്ഞത് എന്താണ്? മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിൽ പറയുന്നത് എന്താണ്? രാജ്യത്തിന്റെ വിഭവങ്ങളുടെ ആദ്യത്തെ അധികാരികൾ രാജ്യത്തെ ദളിതരാണ്, രാജ്യത്തെ ആദിവാസികളാണ്, രാജ്യത്തെ മൈനോറിറ്റിയാണ്, മൈനോറിറ്റിയിൽ തന്നെ മുസ്ലിം മൈനോറിറ്റിയാണ്. അതിനെന്താ പ്രശ്നം? അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല. അതിനെന്താ പ്രശ്നം? എന്താ അതിന് അങ്ങ് പറഞ്ഞ ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഒക്കെ പറഞ്ഞിട്ട് പർട്ടിക്കുലർ ആയിട്ട് പരാമർശം നടത്തുന്നുണ്ട്. അതിനെന്താ പ്രശ്നം? അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണോ രാജ്യത്തിന്റെ വ്യവസ്ഥിതി? അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം? ഞാൻ ആ പ്രസംഗത്തിന്റെ വർബാറ്റം ഒന്നുകൂടി പ്രിന്റുവിന് കേൾപ്പിക്കാം. പ്രിന്റു അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്നലെ തന്നെ എല്ലാ മാധ്യമങ്ങളും അതിൽ തെറ്റ് പറഞ്ഞതാണ്. ഒരു നിമിഷം അത് പ്രേക്ഷകർ കൂടി മനസ്സിലാവണമല്ലോ. We will have to devise innovative plans to ensure that minorities, particularly the Muslim minority, are empowered to share equitably in the fruits of development. തുല്യമായ അവസരം, ഈ ഡെവലപ്മെന്റ് തുല്യമായ അവസരം എല്ലാവർക്കും ലഭിക്കണം, അതിൽ പർട്ടിക്കുലറായിട്ട് മുസ്ലിങ്ങൾക്കും ലഭിക്കണം എന്ന് പറയാനൊരു കാരണമുണ്ട്. അതിന് തൊട്ട് തലേ മാസമാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് മുമ്പിൽ വന്നത്. അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ജീവിത നിലവാരം ദളിതുകളിലേക്കാളും ആദിവാസികളെക്കാളും താഴെയാണെന്ന റിപ്പോർട്ട് പറയുന്നതുകൊണ്ടാണ് അത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത്. ഇനി ഇതിൽ ഈ നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരുമെന്ന് ഈ കമ്മ്യൂണിറ്റിയെ പ്രധാനമന്ത്രി, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി വിളിക്കുന്ന വർഗീയതയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെയല്ലോ, അങ്ങനെ തന്നെ പറഞ്ഞത് നരേന്ദ്രമോദി. അത് തന്നെ, ആ വാക്ക് അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചത്. ഇനി ഒരു നിമിഷം, മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിൽ ഞാനിപ്പോൾ വായിച്ച വരി മാത്രമല്ല, അതിനു മുമ്പ് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ദേ എന്ന വാക്ക് അവർ എന്ന് ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്താണ്? എലോങ് വിത്ത് പ്രോഗ്രാംസ് ഫോർ ദ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് SC/STs, അതർ ബാക്ക്വേർഡ് ക്ലാസസ്, മൈനോറിറ്റീസ് ആൻഡ് വിമൻ ആൻഡ് ചിൽഡ്രൻ. ഇത്രയും പറഞ്ഞിട്ടാണ് ഈ മൈനോറിറ്റീസിന്റെ കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്നത്. അതിനെന്താ പ്രശ്നം? നിങ്ങൾ എന്തുകൊണ്ടാണ്, എന്റെ ക്വസ്റ്റ്യൻ, മോദി ആ പ്രസംഗിച്ചത് പച്ച വർഗീയതയാണ് എന്ന് ഇന്ന് ലോകം മുഴുവനുള്ള മാധ്യമങ്ങൾ പറയുന്നു. ഇന്ത്യയിൽ ഗോദി മീഡിയ എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്ന BJPയെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ പോലും ഇത് വർഗീയതയാണെന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾ കേരളം പോലൊരു സംസ്ഥാനത്ത് വന്നിരുന്ന് BJPക്ക് വേണ്ടി അതിനെ ന്യായീകരിക്കുകയാണ്. അല്ല, ന്യായീകരമല്ല സാർ. ഇത് മൻമോഹൻ സിംഗ് പറയുന്നു ഏപ്രിൽ 6 പ്രിന്റു ആ പറഞ്ഞത് വർഗീയതയാണോ അല്ലേ? എന്റെ ക്വസ്റ്റ്യൻ അതാണ്. മോദി ആ പറഞ്ഞത് വർഗീയതയാണോ അല്ലേ? മോദി മൻമോഹൻ സിംഗിനെ മിസ്കോട്ട് ചെയ്യുകയായിരുന്നു അല്ലേ? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. മോദിയുടെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസ് വിഭാവന ചെയ്യുന്ന വലിയൊരു സാമ്പത്തികപരമായിട്ടുള്ള അസമത്വത്തെ കുറിച്ചും അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്ത കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? അവർ 2006 രണ്ടാം UPA സർക്കാർ പ്ലാൻ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ചാണ്. അത് അന്ന് തന്നെ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിന്റെ വിശദീകരണം കൊടുത്താണ് എന്താണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് എന്ന്. നിങ്ങൾ 18 വർഷത്തിന് ശേഷം ആ പഴയ കാര്യം എടുത്തുകൊണ്ട് വരുവാണ്. പിന്നെ പറയുന്നു കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെന്ന്. കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഈ പറഞ്ഞ കാര്യം എവിടെയാണെന്ന് കാണിക്കാൻ കഴിയും? കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ, ക്ഷമിക്കണം, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയാണ്? പച്ചക്കള്ളം പറയുക എന്ന് മാത്രമല്ല, വർഗീയമായി വ്യാഖ്യാനിക്കുകയും ഒരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ വർഗീയത പറയുകയും ചെയ്യുന്നു. എന്നിട്ട് പ്രിന്റുവിനെ പോലുള്ളവർ ഇപ്പോഴും അതിനെയായിരിക്കുന്നു. ലോകം മുഴുവൻ അത് തുറന്നു കാട്ടിയിട്ടും പ്രിന്റുവിനെ പോലുള്ളവർ ഇപ്പോഴും അതിനെയായിരിക്കും.